ഇതാരും എനിക്കൊരു ഇൻട്രോ പോലും പറയാൻ ഒത്തില്ലല്ലോ. അതിന് മുമ്പ് അടുക്കള കയറി ഇങ്ങ് പോന്നോ? ആക്ച്വലി പാട്ടൊക്കെ പാടി വരണമെന്നായിരുന്നു പ്ലാൻ. പാട്ട് മറന്നുപോയോ? ചേച്ചിനെ കണ്ടപ്പോ പാട്ട് മറന്നു. എന്റെ തമ്പുരാനെ എന്നെ കണ്ട നല്ലൊരു മൂഡ്. പാട്ട് പോലും മറന്നു പോവാന്ന് പറഞ്ഞാ അതല്ല ചിച്ച ചിച്ച പറഞ്ഞ് പഠിച്ചിട്ട് വന്ന. എന്റെ തമ്പുരാനെ നല്ല പഠിച്ചിട്ട് വന്നതാണ്. ലൈക്ക് ഇപ്പൊ ചേച്ചിന്റെ മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ ലൈക്ക് പാടും. കൊഞ്ചിന്റെ മണം മണവും ചിച്ചേ വരുന്നില്ല. അതാണ് സത്യം. എന്താ പിന്നെ ഞാൻ കൊഞ്ചിന്റെ കറി ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ മണം ചുറ്റിപ്പറ്റി നിൽക്കും. കാര്യമില്ല. ചിച്ച പാടാതെ അടുക്കള പുറത്തിറങ്ങുന്ന പ്രശ്നം ഒതുക്കുന്നില്ല. കൊട്ടേഷൻ പോലെ കൊടുക്കാൻ പോവാ. എന്നാണ് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ തന്നെ കണ്ടത് ജോസഫിലാണ്. അപ്പൊ എനിക്ക് ആ ഒരു ഫിലിമിൽ കണ്ടിട്ട് നേരിട്ട് കാണുമ്പം ടോട്ടലി ഭയങ്കര ഡിഫറെൻറ്റ്. അതിനകത്ത് ഭയങ്കര മെച്ചൂർഡായിട്ട്, ഇതിനകത്ത് ഭയങ്കര കോളേജ് ഗേൾ, ഒരു എന്താ പറയുക 12th ഒക്കെ കഴിഞ്ഞിട്ട് നിൽക്കുന്ന ഒരു അത്രയുണ്ടോ അല്ലേ? ഞങ്ങൾ കള്ളം പറയാറില്ല, ഞങ്ങൾ സത്യം പറയാറുള്ളൂ ഇല്ലേ? ആരെങ്കിലും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ? അതില് കുറച്ച് മെച്ചുവേർഡ് ആണ് തോന്നാറുണ്ട് എന്ന് പറയാറുണ്ട്. നേരിട്ട് കാണുമ്പോ അത്ര ഇല്ലെന്ന് പറയും. എന്നാ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഭക്ഷണം? എനിക്ക് ആക്ച്വലി ഞാൻ നോൺ വെജില് മീൻ കഴിക്കത്തില്ല. പക്ഷെ കൊഞ്ചുണ്ടാക്കി അല്ല, മീനില് കൊഞ്ച് കഴിക്കും. ഞാൻ ഇത്രയും മെനക്കെട്ടിട്ട് അത് ശരിയാവോ? കഴിച്ചില്ലേ എന്നാ എടുക്കും? ഇല്ല, കൊഞ്ച് റോസ്റ്റ് എന്റെ ഫേവറേറ്റാ. അതുകൊണ്ടാ ഇങ്ങനെ പാട്ടൊക്കെ മനസ്സിൽ വിചാരിച്ചു വരുമ്പോ ചേച്ചിനെയും കണ്ട് കൊഞ്ച് റോസ്റ്റിന്റെ മണം പാട്ട് പോയി, എല്ലാം പോയി. പക്ഷെ അതുകൊണ്ട് ഞാൻ എന്നാ ചെയ്തറിയോ, ഇന്ന് കറി പോലെ ആക്കണ്ടെന്ന് വിചാരിച്ചു. ഞാൻ ഓഫ് ചെയ്തതാണ് സ്റ്റവ്. അന്ന് വെച്ചാൽ ഞാൻ ഇച്ചിരി കൂടെ ഒന്ന് വെച്ചത്. എന്നാന്ന് വെച്ചാൽ കൊച്ചിന് ഇച്ചിരി മൊരിച്ചു കൊടുത്താൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആവില്ലേ? ഡ്രൈ ആ ഇഷ്ടം? അങ്ങനെയാ ഇഷ്ടം. ആണല്ലേ? വീട്ടിൽ പാചകമൊക്കെ ചെയ്യാം? ഫുൾ അറിയാന്നുള്ളത് ആ ഒരൊറ്റ എക്സ്പ്രഷനിൽ മനസ്സിലായി എനിക്ക്. എല്ലാം ചെയ്യുന്നുള്ളത് നല്ലതായിട്ട് മനസ്സിലായി. കുട്ടി സാധനം. അത് ചപ്പാത്തിയുടെ കൂടെയുള്ള കറി, പിന്നെ കുറച്ച് അതെന്നാ കറിയാ ഉണ്ടാക്കുന്നത്? 4 കറി ചപ്പാത്തിയുടെ കൂടെ. ഒരു ദിവസം ചപ്പാത്തിക്ക് 4 കറി? അല്ല, മൊത്തത്തിൽ ആഴ്ചയില് 4 കറി. അതായത് മുട്ടക്കറി, ബാജിക്കറി, കടലക്കറി. അല്ല, 3 ഉള്ളൂ. ഒന്നും കൂടെ ഇല്ലേ? ടൊമാറ്റോ പരിപ്പ് കറി. എങ്ങനെ സ്വന്തം പരീക്ഷണത്തിൽ പഠിച്ചതാണ്? മമ്മിയുടെ അടുത്തുനിന്ന്. അമ്മ നല്ല കുക്കായിരിക്കും. കണ്ണൂരല്ലേ വീട്? അല്ല, ഈ കണ്ണൂര് വീട് നമ്മുടെ നാട്ടിലെ കുട്ടി. പക്ഷെ ഞങ്ങൾ ആദ്യം കണ്ടത് തമിഴ് സിനിമയില്. അതെന്താ അങ്ങനെ? തമിഴിലേക്കാണ് എനിക്ക് ആദ്യം അവസരം കിട്ടിയത്. എങ്ങനെ കിട്ടിയത്? 7 Arts മോഹൻ അങ്കിൾ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ ഫ്രണ്ടാണ് അങ്കിള്. പയ്യന്നൂരുകാരനാണ് അങ്കിളും. അങ്കിൾ ഒരു മാനേജർക്ക് എൻ്റെ ഫോട്ടോസ് അയക്കുകയും അതിൻ്റെ ഡയറക്ടർ എഴിൽ സാറ് നാട്ടിൽ കൊച്ചിയിൽ വന്നപ്പോൾ നേരിട്ട് കാണാൻ പറയും. അങ്ങനെ കണ്ട് എല്ലാം പെട്ടെന്നായിരുന്നു. എനിക്കറിയില്ലായിരുന്നു ഞാൻ സിനിമാ നടിയാവാൻ പോവാൻ. സിനിമാ നടിയാവാൻ പോവാന്ന് എനിക്കറിയത്തില്ലായിരുന്നേ. എന്നാൽ ഞങ്ങൾ ഇവിടെ ചുമ്മാ ആനീസ് കിച്ചണിൽ ചുമ്മാ അല്ല നിൽക്കുന്നത് അറിയാമോ? ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ടാണ് നിൽക്കുന്നത് അറിയത്തല്ലേ? എന്തൊക്കെ? ഞാനൊരു സത്യം പറഞ്ഞ യെസ് ഓർ നോ പറയണം. കള്ളം പറയരുത്. ഇല്ല, പറയില്ല. കുഞ്ഞുനാള് പോലെ എന്നതായിരുന്നു പ്രാർത്ഥിച്ചോണ്ടിരുന്നത്? കണ്ടോ എന്നതായിരുന്നു പറഞ്ഞ് കേക്കട്ടെ? എന്നെ സിനിമ നടിയാക്കണേ. അപ്പൊ ഈ പറഞ്ഞതിന് പ്രാർത്ഥിച്ചതിനും തമ്മിൽ എന്നാ ബന്ധം തന്നെ? അപ്പോഴും എനിക്കൊരു ബന്ധമില്ല, സിനിമയായിട്ടൊരു ബന്ധമില്ല. വെറുതെ വരുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. വെറുതെ പ്രാർത്ഥിച്ച് നോക്കിയതാ. പക്ഷെ കണ്ടോ? അപ്പൊ ഒരു കാര്യം, ദൈവത്തിനെ കേക്ക് നമ്മുടെ പ്രാർത്ഥന നദി ഉറപ്പായി അല്ലേ? ഭയങ്കര നിഷ്കളങ്ക മനസ്സോടുകൂടി അന്ന് കുഞ്ഞിലെ പ്രാർത്ഥിച്ചപ്പോ ഈശ്വരൻ അത് കേട്ടിട്ട് ഭഗവാൻ അത് നടത്തി തന്നപ്പോ സർപ്രൈസ് ആയിപ്പോയി. വിശ്വസിക്കാൻ പറ്റിയില്ല. അതല്ലേ സത്യം? ഇത്രയും മുരിഞ്ഞാ മതിയോ കുഞ്ഞിന്? അത് കുറച്ചുകൂടി ഡ്രൈ ആവണോ? ഇല്ല, ഇത് മതിയോ? ഓഫ് ചെയ്യട്ടെ? ഇനി അധികം താമസിപ്പിക്കണ്ട. എനിക്ക് കൊതിയായിട്ടാണ്. പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. എനിക്ക് കൊതിയായിട്ട് കഴിക്കാൻ തോന്നുന്നു. പ്ലേറ്റ് തരട്ടെ? ഞാൻ എടുക്കാം. ചേച്ചിക്ക് പിന്നെ ചേച്ചി കഴിക്കും. ഞാൻ എടുക്കട്ടെ? അത് മതി, അതിലെടുക്കോ? എടുത്തരാം. ഒച്ചിട്ട് വരുന്നില്ല എടുക്കാനായിട്ട്. ഓക്കെ. ഇതെങ്ങനെ ഇങ്ങനെ കഴിക്കാൻ ഒക്കത്തില്ല. വെയിറ്റ്, കഴിക്കാൻ വല്ലതും തരണ്ടേ? ഇതിന്റെ കൂട്ടത്തിൽ കഴിക്കണ്ടേ? ഇത് നല്ല കോമ്പിനേഷനാണ്. പത്തിരി. ഇത് കൊണ്ട് നമുക്ക് അങ്ങോട്ട് പോയാലോ? ഇത് അടച്ചു വെച്ചേച്ചു വട്ടെ, അല്ലെങ്കിൽ ആറിപ്പോ. ഞാൻ പോയി വിശേഷം ചോദിച്ചിട്ട് ഇരിക്കും. ഞാൻ വെള്ളം എടുത്തിട്ട് വരെ. അടിപൊളിയാ.
കഴിച്ചിട്ട് വർത്താനം പറയണം, വർത്താനം പറഞ്ഞോണ്ട് നമുക്ക് കഴിക്കണം. വർത്താനം പറഞ്ഞുകൊണ്ട് കഴിക്കാം. എനിക്ക് വർത്താനം പറയാൻ താല്പര്യമില്ല, കഴിക്കാൻ. പക്ഷെ ഞങ്ങൾക്കുണ്ടല്ലോ, അതാണല്ലോ ഇപ്പോഴത്തെ പ്രശ്നം. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് വർത്താനം പറയാനൊക്കെ. ഭക്ഷണം കഴിച്ചുകൊണ്ട് നമുക്ക് വർത്താനം പറയാമേ. ആത്മീയ എന്ന് ഞാൻ ഫസ്റ്റ് ടൈം കേൾക്കുന്നത്. ഒത്തിരി റെയർ പേരാ. ഇതെന്നെ ഈ പേര് വെച്ചേന്ന് ചോദിച്ചാൽ അത് അപ്പൻ്റെ അമ്മയും വെക്കുന്ന പേരാ. അതുകൊണ്ട് എനിക്ക് അതിനകത്ത് പങ്കില്ല ചേച്ചി എന്നും പറയാം ഉത്തരം. പക്ഷേ ആത്മീയ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ ഭയങ്കര ദൈവവിശ്വാസിയാണ്. എനിക്ക് തോന്നുന്നു ആ പേരെന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവും സംവേർ.